പാലക്കാട്ടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കായി ഫ്ലക്സ് ബോർഡ്. പിരായിരി പഞ്ചായത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. പാലക്കാടിന്റെ നിയുക്ത എം.എൽ.എ. രമേശ് പിഷാരടി എന്നാണ് ഫ്ലക്സ്. ഷാരിഖ് നവാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാരിഖ്, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി ഇതിനോടകം ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ നിയുക്ത എം.എൽ.എ. എന്നാണ് രമേശ് പിഷാരടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ ഈ ഫ്ലക്സിന് പിന്നിൽ? വർഷ, തീർച്ചയായും ഇനി മണിക്കൂറുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നേ ഉള്ളൂ. മണിക്കൂറുകൾക്ക് ശേഷം പാലക്കാട് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ അല്പസമയം മുൻപ് പിരായിരിയിലെ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് ഇത്തരത്തിൽ രമേശ് പിഷാരടിക്ക് അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ നിയുക്ത എം.എൽ.എക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് രമേശ് പിഷാരടിക്കായി ഫ്ലെക്സ് ബോർഡുകൾ പിരായിരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ രമേശ് പിഷാരടിക്ക് അഭിവാദ്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ പാലക്കാട്ടെ വോട്ടർമാർക്കും ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ യു.ഡി.എഫ് നേതൃത്വമുള്ളത്. പിരായിരി യു.ഡി.എഫ് കമ്മിറ്റി എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ അവർ യു.ഡി.എഫ് കമ്മിറ്റിയുടെ പേരിൽ തന്നെയാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും യു.ഡി.എഫ് പിരായിരിയിലെയും അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലെയും യു.ഡി.എഫ് വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. രമേശ് പിഷാരടി വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വർഷ, പാലക്കാട്ടെ യുടെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കായും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. ഇവിടെ രമേശ് പിഷാരടിക്ക് മാത്രമല്ല വോട്ടർമാർക്ക് കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട് ഈ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.